എങ്ങനെയാണ് ഫയർ സേഫ്റ്റി പഠിക്കേണ്ട ഇൻസ്റ്റിറ്റ്യൂട്ടിനെ തിരഞ്ഞെടുക്കുന്നത്? രണ്ട് കാര്യങ്ങളാണ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഒരു ഫയർ സേഫ്റ്റിയിൽ 70% പ്രാക്ടിക്കലാണ്. ഈ സർട്ടിഫിക്കറ്റിന് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരമുണ്ടോ എന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫയർ സേഫ്റ്റി കോഴ്സ് എവിടെ പഠിക്കണം, എങ്ങനെയാണ് ഫയർ സേഫ്റ്റി പഠിക്കേണ്ട ഇൻസ്റ്റിറ്റ്യൂട്ടിനെ തിരഞ്ഞെടുക്കുന്നത്. ഗൂഗിളിലും മറ്റും സെർച്ച് ചെയ്താൽ തന്നെ മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയുള്ള മേന്മയും അതിന്റെ സർട്ടിഫിക്കേഷനെ പറ്റിയുള്ള നിലവാരവും നമുക്ക് മനസ്സിലാക്കാം. രണ്ട് കാര്യങ്ങളാണ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഒന്ന്, ഏത് സർട്ടിഫിക്കറ്റ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്, അതുപോലെ അതിന് ഗവൺമെന്റിന്റെ അംഗീകാരമുണ്ട്. മറ്റൊന്ന്, പ്രാക്ടിക്കലിന്റെ സൗകര്യം. നല്ല പ്രാക്ടിക്കലിന്റെ സൗകര്യം എന്ന് വെച്ചാൽ ഒരു ഫയർ സേഫ്റ്റിയിൽ 70% പ്രാക്ടിക്കലാണ്. 250 മുതൽ 300 മണിക്കൂർ വരെ പ്രാക്ടിക്കൽ ചെയ്ത ഒരാൾക്ക് മാത്രമേ മികച്ച ഒരു സേഫ്റ്റി ഓഫീസറാണ്, ഫയർ ഓഫീസറാണ് കഴിയുക. ആധുനിക രീതിയിലുള്ള ഉപകരണങ്ങൾ അടങ്ങിയ ഫയർ ടെൻഡർ, ഫയർ ആംബുലൻസ്, ഫയർ കിൽ, ഫയർ അലാം സിസ്റ്റംസ്, ഇന്നോവേഷൻ ഫയർ സിസ്റ്റം, ഓട്ടോമേഷൻ ഫയർ സിസ്റ്റം തുടങ്ങിയ മികച്ച ഏറ്റവും ആധുനികപരമായ ഉപകരണങ്ങൾ അടങ്ങിയ പ്രാക്ടിക്കൽ ഗ്രൗണ്ടുകളുള്ള വിദ്യാലയങ്ങൾ. അതുപോലെ മറ്റൊരു സർട്ടിഫിക്കേഷൻ, ഈ കോഴ്സിന് അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന് ഗവൺമെന്റിന്റെ അംഗീകാരമുണ്ടോ, ഈ സർട്ടിഫിക്കറ്റിന് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരമുണ്ടോ എന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ഫയർ മേഖലയിൽ മാത്രമല്ല, സേഫ്റ്റി മേഖലയിൽ കൂടിയായ എക്സ്കവേഷൻ സേഫ്റ്റി, ഒക്യുപേഷണൽ സേഫ്റ്റി, സ്ക്വാഡ് ഡ്രിൽ, ലാഡർ ഡ്രിൽ, സ്കഫോൾഡിംഗ് മേക്കിംഗ്, സ്കഫോൾഡിംഗ് ഡിസൈനിങ് തുടങ്ങിയ വിഷയങ്ങളിൽ കൂടി, തുടങ്ങിയ മേഖലകളിൽ കൂടി നമുക്ക് പ്രാക്ടിക്കലിന്റെ പ്രായോഗിക പരിശീലനം നമുക്ക് ലഭിച്ചാൽ മാത്രമേ ഫയർ സേഫ്റ്റി ട്രെയിനിങ്ങിന്റെ പ്രായോഗിക പരിശീലനം പൂർണ്ണമായും നമുക്ക് ലഭ്യമാക്കാം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം ആ സ്ഥാപനത്തിന്റെ അതുവരെയുള്ള പ്ലേസ്മെന്റ് റെക്കോർഡ് കൂടി നിങ്ങൾ പരിശോധിക്കുക. എങ്കിൽ മാത്രമേ ഒരു നല്ല വിദ്യാലയം, ഒരു നല്ല തിരഞ്ഞെടുക്കാൻ